മഹാത്മാഗാന്ധിയുടെ വൈക്കം സന്ദർശനത്തിന് 100 വർഷം പിന്നിടുന്നു. വഴി നടക്കാനുള്ള ഐതിഹാസിക സമരത്തിന്റെ തീച്ചൂളയിലാണ് ഗാന്ധി 100 വർഷങ്ങൾക്ക് മുൻപ് വന്നിറങ്ങിയത്. ഗാന്ധിയെ പുറത്തിരുത്തിയ ഇണ്ടംതുരുത്തി മന ഇന്ന് ചെത്തുതൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആസ്ഥാന മന്ദിരമാണ്. 100 വർഷങ്ങൾ മുമ്പ് ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ച ഇണ്ടംതുരുത്തി മനയിൽ ഇന്ന് ചെങ്കൊടി പാറിപ്പറക്കുകയാണ്. മനുഷ്യന് വഴി നടക്കാനുള്ള പോരാട്ടത്തിന് വേണ്ടിയായിരുന്നു ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹം. ഇതിന്റെ ഭാഗമാകാനാണ് 1925 മാർച്ച് 10 ഗാന്ധി വൈക്കത്തെത്തിയത്. ഇണ്ടംതുരുത്തി മനയിലെ എമ്പ്രാന്തിരി ഗാന്ധിയെ മനയ്ക്ക് പുറത്തിരുത്തി. 1964 വൈക്കം ചെത്തുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റായിരുന്ന CK വിശ്വനാഥൻ പിന്നീട് മന വിലയ്ക്ക് വാങ്ങിയതും ചരിത്രം. ഈ ഓർമ്മ പുതുക്കിയാണ് ഗാന്ധി സന്ദർശനത്തിന്റെ 100ാം വാർഷികം CPIയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. മന സ്വന്തമാക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച CK വിശ്വനാഥന്റെ മകൻ ബിനോയ് വിശ്വമായിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ. ഈ ആശയത്തിന് പറയുന്നത് അങ്ങേയറ്റത്തെ ഇരുട്ടുകട്ട പിടിച്ച ഫാസിസ്റ്റ് ചിന്തകരാണ്. അതാണ് ഇതിന് പറഞ്ഞിട്ടുള്ളത്. ഈ മാതൃകയാണ് BJP ഏറ്റുവാങ്ങാൻ ശ്രമിക്കുന്നത്. എപ്പോഴും അവർ പറയുന്നു അവർ ദേശസ്നേഹത്തിന്റെ അപ്പോസ്തലന്മാരാണ്. നല്ല വാക്കാണ് ദേശസ്നേഹം. പലപ്പോഴും പറയും ഭാരതാംബ, ഭാരത് മാത എന്നൊക്കെ പറയും. അന്ന് വഴി നടക്കാൻ കൂടി അവകാശമില്ലാതിരുന്നവരുടെ പിന്മുറക്കാർ അഭിമാനത്തോടെയാണ് ഗാന്ധി സന്ദർശനത്തിന്റെ 100ാം വാർഷികത്തിൽ പങ്കെടുത്തത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.